ഹേജൻ എന്ന് പറയുന്ന ടൂളുണ്ട്. ഹേജൻ ഇതിലിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖഭാവങ്ങളും നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പും എങ്ങനെയാണ് നമ്മൾ ലിപ്സ് മൂവ് ചെയ്യണതും നമ്മുടെ ശബ്ദവും ഒക്കെ ക്യാപ്ചർ ചെയ്ത് നമ്മളൊരു അവതാറാക്കി മാറ്റും. പിന്നീട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ടെക്സ്റ്റ് ChatGPT പോകുന്നു, നമുക്ക് എന്താണോ സംസാരിക്കുന്നത് ആ ടോപ്പിക്കിനെ പറ്റി ഇടുന്നു, അവതാറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ അവതാർ അതാണ് സംസാരിക്കുന്നത്. നമുക്ക് അതിലൊരു ഡെമോ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഈ AI പറ്റി പറയുന്നുണ്ട്, ChatGPT പറയുന്നുണ്ട്. ശരിക്കും എന്തൊക്കെയാണ് ഇപ്പം ഞാൻ ബേസിക്കലി ChatGPT നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ എളുപ്പം എന്നുള്ള പോയിന്റ്സ് ആയിട്ട് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യും. നമുക്കിപ്പം AI പറ്റി ചോദിക്കുകയാണെങ്കിൽ കൃത്യം എന്തൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. അതല്ലാതെ എന്തൊക്കെ ആണ് ChatGPT കൊണ്ടുള്ള ഉപയോഗം? ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ലേണറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ല, പല സമയത്തും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടോപ്പിക് ടഫായിരിക്കും, കോംപ്ലക്സ് ആയിട്ടായിരിക്കും ഒരാൾ എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് ചിലപ്പോൾ സ്റ്റോറീസ് ആയിരിക്കും എനിക്ക് താല്പര്യം. അപ്പം എന്ത് കോംപ്ലക്സ് ടോപ്പിക് എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത്രയധികം ഡെഫിനിഷൻസ് പഠിക്കുന്നത്? മറിച്ച് അത് എക്സാമ്പിൾസ് ആയിട്ടും സ്റ്റോറീസ് ആയിട്ടും പഠിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് എത്ര കോൺസെപ്ച്വലി പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി അല്ലേ നമുക്ക് വേണ്ടത്. നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ റിസർച്ചർ കേസിൽ കണ്ടൻറ്റ് അങ്ങനെയുള്ള ആൾക്കാരുടെ കേസിൽ ഓക്കെ. ഇപ്പോൾ ഒരു സാധാരണ ഒരു കടക്കാരന് എങ്ങനെയാണ് ChatGPT ഉപയോഗം വരുന്നത്? പക്ഷേ ഒരു ഓൺടർപ്രണർ, ഒരു ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആളുടെ പ്രോഡക്ട്സ്, ഈ പ്രോഡക്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടോ, ഈ പ്രോഡക്റ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ഈ പ്രോഡക്ട്സിനെ എങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമറായിട്ട്, ഫോർ എക്സാമ്പിൾ പല ആൾക്കാർക്ക് സെയിൽസിനെ പറ്റി വെളിപ്പെടുത്തില്ല. ഓൺടർപ്രണേഴ്സിന് തന്നെ സെയിൽസ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാത്തവരുണ്ട് കുറേ പേര്. അപ്പോൾ എങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യും? ഇപ്പോൾ ഈയിടെ നമ്മളൊരു GPT ഉണ്ടാക്കി, അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന് ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം ഒരു കസ്റ്റമർ ഒബ്ജെക്ഷൻസ് ആയിട്ട് പറയുന്നുള്ള കാര്യം ആദ്യം ലിസ്റ്റ് ചെയ്യുന്നത്. ഒരു 15 സെയിൽസ് ഒബ്ജെക്ഷൻസ്. ഈ സെയിൽസ് ഒബ്ജെക്ഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ആൻസേഴ്സും വരും അതിനകത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ബ്രോഷർ കിട്ടി, ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ സെയിൽസ് പേഴ്സൺ എന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് കിട്ടി, പ്രൊഡക്റ്റ് ബ്രോഷറുണ്ട്, ഇത് മുഴുവൻ വായിച്ചുണ്ടാക്കണം. ഇനി ഒരു 10 കസ്റ്റമറെ കണ്ടാലായിരിക്കും 10 സെയിൽസ് ഒബ്ജെക്ഷൻ ഞാൻ കാണാൻ പോകുന്നത്. ഓരോ പ്രാവശ്യം സെയിൽസ് ഒബ്ജെക്ഷൻ കാണുമ്പോഴോ ഇത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പിന്നെ വരാം എന്ന് പറയാൻ പറ്റില്ല. ഇത് നേരത്തെ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായ ഒബ്ജെക്ഷൻസ് നമ്മൾ മനസ്സിലാക്കി അതിലെങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നുള്ളത് കൃത്യമായ ആൻസേഴ്സ് കിട്ടി. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഓരോ ഓൺടർപ്രണർ ആണെങ്കിലും ബിസിനസ് പേഴ്സൺ ആണെങ്കിലും സോഷ്യൽ വർക്കർ ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ടീച്ചറാണെങ്കിലും ഫിലിം മേക്കർ ആണെങ്കിലും ഒക്കെ പല സാധ്യതകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജനറൽ പർപ്പസ് ടെക്നോളജി, ഇപ്പോൾ ഫയർ കണ്ടുപിടിച്ചപ്പോൾ ആൾക്കാരെന്ത് വിചാരിച്ചു, ഇത് വെറുതെ വിറക് കത്തിക്കാനുള്ള പരിപാടി എന്ന് വിചാരിച്ചു അല്ലേ. ഫയർ കൊണ്ട് നമ്മൾ അയൺ മെൽറ്റ് ചെയ്തു. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു കുറച്ച് ലൈറ്റ് അടിച്ചു. ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരെ നമ്മൾ ഓടിച്ചു ഇലക്ട്രിസിറ്റി വെച്ചിട്ട്. അപ്പം ഇൻ്റർനെറ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം വിചാരിച്ചു ഇമെയിൽ അയക്കാനുള്ള പരിപാടി എന്തുവാണ്. ഈ ഇൻ്റർനെറ്റ് വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്തു ഒന്നും പറയാനില്ല. ഇതുപോലെ AI വെറും ഇമെയിൽ റൈറ്റിങ്ങിനോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടാനാണെന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമാജിനേഷനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. ഇൻ 5 years 10 years ഇറ്റ് ക്യാൻ ഡു 1000 things. ചേട്ടാ, ഇതിപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഓക്കെ, ഇതിന് നമുക്ക് മറ്റ് പല മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നല്ല കാര്യം എന്തായിരുന്നു? ഫ്രണ്ട്ഷിപ്പ് നന്നായി വന്നു, ബോണ്ടിങ് കൂടി, എന്തെല്ലാം മോശം കാര്യങ്ങൾ നടന്നു. അപ്പോൾ എപ്പോഴും ഒരു ടെക്നോളജിക്ക് ഗുഡ് ആക്ടേഴ്സും ഉണ്ടാവും, ബാഡ് ആക്ടേഴ്സും. ഇപ്പോൾ UPI വന്നപ്പോൾ നല്ല കാര്യങ്ങൾ നടന്നു, ഫ്രോഡും നടന്നു അല്ലേ. നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ എളുപ്പമായി, പക്ഷെ അതുപോലെ പേയ്മെൻറ്റും പൈസ പോകുന്ന ആൾക്കാരും ഉണ്ട്. റൈറ്റ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എപ്പോഴും ഒരു ടെക്കിൻ്റെ ബാഡ് വശങ്ങളെ പറ്റിയിട്ടായിരിക്കും എപ്പോഴും മീഡിയയിൽ നമ്മൾ കാണും. ഇപ്പോൾ ഞാൻ എപ്പോഴും മീഡിയയെ പറ്റിയിട്ട് കുറ്റം പറയല്ല. മീഡിയയ്ക്ക് എപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡീപ് ഫേക്ക് ആയിരുന്നു AI വന്നപ്പോൾ ആദ്യം അവർ പുറത്തുവിട്ട കാര്യം. ഇത്രയും നല്ല യൂസ് കേസസ് അവർ പുറത്തുവിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായില്ല. പുറത്തുവിട്ടില്ല എന്നുള്ള അവർ ഇൻറ്റൻഷനലായിട്ട് ചെയ്തെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അവർക്ക് കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് അവരിതിലെന്തൊരു ഡേഞ്ചറുണ്ട്, ഈ ഡേഞ്ചർ മാത്രം ആൾക്കാരെ കാണിച്ചു. അതുകൊണ്ട് ഇത് എന്ത് പറ്റിയറിയോ, ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളതും അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കേണ്ടിയിരുന്ന ആൾക്കാർ ഇതിന് സ്ലോ ആയി. എനിക്ക് തോന്നുന്നു ഈ ആളുകളെല്ലാവരും ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് കയറിയിട്ട് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് മുഴുവനും പോകുന്നു. എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ മുഴുവൻ പേഴ്സണൽ ഡാറ്റാസും ഇവരുടെ കയ്യിലുണ്ട് അല്ലേ? ശരിയല്ലേ? കംപ്ലീറ്റ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമുക്ക് എന്താണ് വേണ്ടത്, ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ യൂട്യൂബിൽ നിന്നും നമ്മുടെ സ്വഭാവം വരെ നമ്മുടെ മൂഡ് വരെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും നമ്മൾ എന്ത് പറയുന്നത് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പേടി ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലേ ഏട്ടാ? ഇല്ല, പേടി ഇത് പുതിയ സാധനത്തോട് പേടിയുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പേടി ആൾക്കാർക്ക് പോയി. പണ്ടെന്തായിരുന്നു, എൻ്റെ ഫോട്ടോ
ഇനി നമ്മളിനി എന്താ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റുന്നത് ബാക്കിയുണ്ടാവും അല്ലേ? എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു, റൈറ്റ്? നമ്മുടെ ഇപ്പം നിങ്ങളുടെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 1000 ഇമേജസും വീഡിയോസാണ് വരാൻ പോകുന്നത്. അപ്പം ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ചെറിയ രീതിയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ പോലും ബെനിഫിറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും. അതൊരു കരിയറാക്കി മാറ്റിയ ആൾക്കാരുണ്ട്, അതൊരു വാണിജ്യ സാധ്യത വളരെ ഉപയോഗിച്ച ആൾക്കാരുണ്ട്. അപ്പം ഇതിൻ്റെ 2 സൈഡും എപ്പോഴും ഉണ്ട്. നമ്മൾ എന്ത് കാര്യം കിട്ടും, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തന്നെ ഫോട്ടോ എങ്ങനെയുണ്ടോയെന്ന് നോക്കും. അതൊരു ചിലപ്പം ഈ ജനറേറ്റ് ചെയ്ത് നമുക്ക് മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഒരു ഇമാജിനറി ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കഥ എന്തുകൊണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും ഇത് ഉണ്ടാക്കുന്ന ഇത് ഒരു മെഷീൻ ഇല്ലേ? ഈ മെഷീൻ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക? ഇതിൻ്റെ പുറകിലുള്ള കളി എന്താണ്? ഇതിൽ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയത് ഇത് ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ ഉള്ള ഒരു മെഷീൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ഇത് 50കളിലൊക്കെ 1950കളിൽ തന്നെ ഇതിൻ്റെ US-ൽ ഇതിൻ്റെ വർക്ക് തുടങ്ങി. പക്ഷേ ഇതിൻ്റെ എന്തുകൊണ്ട് ഇത്രയും സമയം AI-ക്ക് എടുത്തു എന്ന് ചോദിച്ചാൽ, അപ്പം ബാക്കിയുള്ള ടെക്നോളജീസൊക്കെ പെട്ടെന്ന് ഗ്രോ ചെയ്തു. പക്ഷേ AI-ക്ക് വേണ്ട കമ്പ്യൂട്ട് പവർ, ഇൻഫ്രാസ്ട്രക്ചർ, GPUs ഒന്നും ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കഴിഞ്ഞ 5-6 കൊല്ലത്തിലാണ് ഇതിന് വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് AI-ക്ക് ഇതുവരെ എത്താൻ പറ്റിയത്. ഇപ്പോൾ അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പോൾ അലൻ ട്യൂറിംഗ് ആണ് ആദ്യമായിട്ട് AI-നെ കൃത്യമായിട്ട് ആളുകൾക്ക് ഡിഫൈൻ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. അയാൾ എന്താ പറഞ്ഞറിയോ? ശരിക്കുള്ള AI ആണെങ്കിൽ AI ഔട്ട്പുട്ടും ഹ്യൂമൻ ഔട്ട്പുട്ടും തമ്മിൽ യാതൊരു ഡിഫറൻസും തോന്നില്ല എന്നുള്ളതാണ്. അതാണ് അലൻ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ പെർപ്ലക്സിറ്റിയിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും അലൻ ട്യൂറിംഗ് ടെസ്റ്റ് എന്താണ്. അപ്പം ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു അവതാർ ഉണ്ടാക്കി, ഒരു ഹ്യൂമൻ റിയൽ വീഡിയോ അവതാർ ഉണ്ടാക്കി. ഈ വീഡിയോ അവതാരം നമ്മൾ AI സിസ്റ്റത്തിലിട്ട് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ പുതിയൊരു വീഡിയോ ഉണ്ടാക്കി വിത്തൗട്ട് ഷൂട്ടിങ്. ഇതും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് AI ആണോ ഹ്യൂമൻ ആണോ എന്നുള്ളത്. അതെങ്ങനെയാണ് ഈ അവതാർ ക്രിയേഷൻ പോസിബിൾ ആണ്? അവതാർ ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു 3 അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്ത് ഇത് ഹേജൻ എന്ന് പറയുന്ന ടൂളുണ്ട്, ഹേജൻ. ഇതിലിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖഭാവങ്ങളും നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പും എങ്ങനെയാണ് നമ്മൾ ലിപ്സ് മൂവ് ചെയ്യണതും നമ്മുടെ ശബ്ദവും ഒക്കെ ക്യാപ്ചർ ചെയ്ത് നമ്മളൊരു അവതാറാക്കി മാറ്റും. റിയൽ അവതാർ, അല്ലാതെ ഒരു ഡിജിറ്റൽ അവതാറല്ല, നമ്മൾ തന്നെയാണത്, മുഖം കാണുന്നതൊക്കെ. പിന്നീട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ടെക്സ്റ്റ് ChatGPT പോകുന്നു, നമുക്ക് എന്താണോ സംസാരിക്കുന്നത് ആ ടോപ്പിക്കിനെ പറ്റി ഇടുന്നു, കൺവേർട്ട് ദിസ് ടു കോൺവെർസേഷണൽ മോഡ് എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് വന്നു. ആ ടെക്സ്റ്റ് എടുത്ത് അവതാറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ അവതാർ അതാണ് സംസാരിക്കുന്നത് നമ്മുടെ ശബ്ദത്തിൽ. നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആ കണ്ടന്റ് പറയുന്നില്ല. മറ്റേ ഈ പറയുന്ന AI ഉപയോഗിച്ച് കണ്ടന്റ് സെലക്ട് ചെയ്യുന്നു, ഇത് ഇട്ട് കൊടുക്കുന്നു. ആ റോജിയുടെ ശബ്ദത്തിൽ റോജി ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സംസാരിക്കാൻ പറ്റും. അത് ഇംഗ്ലീഷിലാണ് ഇപ്പോൾ അവൈലബിൾ. നമ്മളിപ്പം ഫ്രഞ്ചിലും സ്പാനിഷിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. എനിക്ക് ഫ്രഞ്ച് സ്പാനിഷ് അറിയാത്തതുകൊണ്ട് അത് എങ്ങനെയുണ്ട്, ഫണ്ണിയാണോ എന്നറിയില്ല, പക്ഷേ നന്നായി വന്നിട്ടുണ്ട്. മലയാളത്തിൽ വരും, തീർച്ചയായിട്ടും വരും. കാരണം പുതിയ നമുക്ക് അതിൻ്റെ ഡെമോ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് കാണാം. Hey everyone, let's talk about Perplexity AI and why it stands out from the rest. First off, it's super reliable for research. No more worrying about fake info because it backs its answers with citations from trustworthy sources. Perplexity's agentic search workflow is a game changer too. It doesn't just answer you on the spot, it walks through the search, reasons, and consolidates data for better accuracy. Plus, it integrates with multiple LLMs like GPT-4, Omni, and Claude 3, giving you even richer, more accurate responses. If you're into precision and transparency, Perplexity is where it's at. പോലീസുകാർക്ക് തുമ്പും വാലും കിട്ടാത്ത ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, കേസുകൾ. അപ്പോൾ ഇവർക്ക് ആലോചിച്ചിട്ടൊന്നും ഒരു എത്തും പിടുത്തം കിട്ടത്തില്ല. അപ്പോൾ ഇത് AI വെച്ചിട്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, മെയിൽ ID ഹാക്ക് ചെയ്യുകയോ, അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരനും ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ AI കൊണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി പ്രോബ്ലം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ കാര്യം പറഞ്ഞു, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ലാൻഡ്സ്കേപ്പിലായിരിക്കും ഇത് സെർച്ച് ചെയ്യുന്നുണ്ടാവുക. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം അവർ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതിൽ എന്തെല്ലാം സാധ്യതകളുണ്ടാവും, എന്തെല്ലാം സാധ്യതകൾ ഈ ക്രിമിനൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളത് ചിലപ്പോൾ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു പുതിയ സംഭവമായിരിക്കും, റൈറ്റ്?
നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈവൻ ChatGPTക്ക് അതിനുള്ള കേപ്പബിലിറ്റി, റീസണിങ് കേപ്പബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സന്ദർഭം, ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഈ ഒരു ക്രൈം കോണ്ടെക്സ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഗീവ് മീ 10 ഡിഫറെൻറ്റ് സിനാരിയോസ് ഇൻ വിച്ച് ദ ക്രൈം വുഡ് ഹാവ് ഹാപ്പൻഡ്. അപ്പം ഒരു ഇൻവെസ്റ്റിഗേറ്ററെ സംബന്ധിച്ചോളം ചിലപ്പോൾ 1-2 സിനാരിയോ മാത്രമായിരിക്കും അവരുടെ അനുഭവ പരിചയത്തിൽ നിന്ന് അവരുണ്ടാക്കിയിട്ടുണ്ടാവും. വേറെ 8 കൂടി കിട്ടുന്നതോടുകൂടി അവർ ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്തു. ഈ ഓപ്ഷൻസ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും എയുടെ ഏറ്റവും വലിയ ഒരു ഗുണം. ഒരു ക്രിയേറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ് നടത്തണം. നിങ്ങളെല്ലാം ക്രിയേറ്റീവ് ആൾക്കാരായിരിക്കും. ഒരു സംഭവം വരുമ്പോൾ നമുക്ക് 2 ഐഡിയ മാത്രമേ അപ്പോൾ ഉള്ളൂ. ഇത് നമുക്ക് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, നല്ലതായിരിക്കും. വാട്ട് അബൌട്ട് 20 ഐഡിയാസ്? 20 വരുന്ന 20 ചെയ്യണമെന്നില്ല, പക്ഷെ അതിനകത്ത് ഒരു ജെം കിടപ്പുണ്ടാവും. ഇത് ഞാൻ ആലോചിച്ചതായിരുന്നു പക്ഷെ വിട്ടുപോയി, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണെങ്കിലും ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ലേണേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് AI ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴേ മലയാളി അത് വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ ChatGPT അല്ലെങ്കിൽ AI കൊണ്ട് ഒരു ഫണ്ണിയറായിട്ട് അല്ലെങ്കിൽ ഇത് കോമഡി ആയി പോയല്ലോ എന്ന് പറഞ്ഞ സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ChatGPTക്ക് തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഡിപ്പെൻഡിങ് ഓൺ നമ്മളെങ്ങനെ പ്രോംപ്റ്റ് എഴുതുന്നു അനുസരിച്ചിരിക്കും പലതും. ഇപ്പോൾ പ്രോംപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും പലപ്പോഴും ഫണ്ണി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കൃത്യം ആക്യുറേറ്റ് അല്ലാത്ത പല റെസ്പോൺസസും വന്നിട്ടുണ്ട്. ഈവൻ ChatGPT പോലും പറയുന്നുണ്ട്, ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, സംടൈംസ് ഇറ്റ് മൈറ്റ് ബി ഇനാക്യുറേറ്റ് എന്ന് പറയുന്നുണ്ട്. അതൊരു ഡിസ്ക്ലെയിമറായിട്ട് ഇപ്പോൾ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും, ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഫണ്ണി എക്സാമ്പിൾ പറയാം. ഹൗ മെനി R ഇസ് ദർ ഇൻ സ്ട്രോബെറി? നമുക്ക് എല്ലാവർക്കും അറിയാം 3 R ഉള്ളത് അല്ലേ. ChatGPT പറയുന്നു 2 എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതിനോടാണോ നമ്മൾ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ചിന്തിക്കാം. അതിനെയാണ് ഹല്ലൂസിനേഷൻ അല്ലെങ്കിൽ ബയസ് അല്ലെങ്കിൽ ഒരു എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനോട് പോലും ചിലപ്പോൾ വീട്ടിൽ എന്താ ഉണ്ടാക്കി വെച്ചാൽ എനിക്കറിയില്ല എന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ IQവിനെ പറ്റി നമ്മൾ ആരെങ്കിലും മോശം പറയാൻ പറ്റുമോ? കാരണം ആ കാര്യം ഞാൻ അത്ര നോക്കിയിട്ടില്ല. ഓവർലുക്കിംഗ് ദ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ പലപ്പോഴും AI ക്യാൻ ബി കമ്പയർഡ് ടു ഒരു ഹൈലി ഇൻ്റലിജൻറ്റ്, ബട്ട് സംടൈംസ് ഓവർലുക്കിംഗ്. ഇതിനെ ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ചില ആൾക്കാർ അത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് AIയുടെ കേപ്പബിലിറ്റീസിനെ കുറ്റം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നേരെ മറിച്ച് റിയൽ ആയിട്ടുള്ള യൂസ് കേസസ് മറക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഡൈക്കോട്ടമി. നെക്സ്റ്റ് ഒരു ജനറേഷൻ AI നോക്കി നിൽക്കുന്ന ജനറേഷനാണ്. അപ്പം അവർക്ക് ഈ AI ഉപയോഗിച്ചിട്ടുള്ള എന്തൊക്കെ ജോബ്സാണ് ഇനി വരാൻ സാധ്യതകളുള്ളത്? ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ജോബുകൾ? ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന നോളജ് വർക്ക്, ഐ ടിയിൽ പ്രോഗ്രാമിംഗ്, കോണ്ടൻറ്റ്, മാനേജ്മെൻറ്റ് റോളുകൾ, റൈറ്റ്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോൾസിലൊക്കെ AI കോവർക്കേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നുണ്ട്. എന്താണ് AI കോവർക്കേഴ്സ്? നമുക്കിപ്പോൾ ഒരു 5-6 പേര് ടീം മെമ്പേഴ്സായിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ AI ഏജൻസും AI കോവർക്കേഴ്സും ആയിരിക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ മണി കൺട്രോളിൽ AI ഏജൻസിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു HR എൻറ്റയർ ടാസ്ക് മാനേജ്മെൻറ്റ് വേണമെങ്കിൽ ഒരു AI ഏജൻറ്റിന് ചെയ്യാൻ പറ്റും. ഹയറിങ് AI ഏജൻറ്റ് ഉണ്ടാവും, ഓൺ ബോർഡിങ് AI ഏജൻറ്റ് ഉണ്ടാവും. അതിന് ഒരു ഹ്യൂമൻ ലൈക്ക് കേപ്പബിലിറ്റി ഉണ്ട്. ഇന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരു ഹ്യൂമൻ കോവർക്കർ ആണെങ്കിൽ അതല്ലേ ചെയ്യാൻ പോകുന്നത്. ഇന്ന സിറ്റുവേഷനിൽ അവരെങ്ങനെ പ്രതികരിക്കും, ഇതുപോലെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് പിന്നീട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് അതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തുള്ളതുകൊണ്ട് ഇറ്റ് ക്യാൻ ആക്ച്വലി ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി. മാത്രമല്ല ചിലപ്പോൾ അത് മിസ്റ്റേക്ക് വരുമ്പോൾ അത് പഠിക്കും. ചിലപ്പോൾ നമ്മൾ പഠിച്ചൊന്നും വരില്ല, പക്ഷെ അത് പഠിച്ച് അത് അടുത്ത ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതിൽ നോളജ് ലെവലിലും ജോബ് ക്രിയേഷൻ ലെവലിലും ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഒരു പ്രൊഡക്ടിവിറ്റി ലെവലിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.